ഹലോ ഗായ്സ്, പല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് ഫുൾ ഷോട്ട്, അതായത് ഒരു ഡെഡ് ഫോൺ വന്നാൽ അത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇത് ഐഫോൺ 7 പ്ലസ് ആണ്, ഫോൺ ഡെഡ് ആണ്, പവർ ആവുന്നില്ല, ബൂട്ട് ആവുന്നില്ല. സോ നമുക്ക് എന്താ പല രീതിയിലും ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യുന്ന ചാർജിങ് ആംബിയർ. ജസ്റ്റ് എന്താ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന DC-യിൽ ചാർജിങ് ആംബിയർ എല്ലാം കാണിക്കും. സോ അതുകൊണ്ടാണ് ഈ മെത്തേഡ് കാണിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വേറെ മെഷീൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ വെച്ച് ചെക്ക് ചെയ്യാം. ഇത് ബോർഡ് ഷോട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് മദർ ബോർഡ് ജസ്റ്റ് എന്താണ് ബാറ്ററി കൺട്രി ത്രൂ നമുക്ക് എന്താണ് ഡയറക്റ്റ് DC-യിലേക്ക് കണക്ട് ചെയ്തിട്ട് ഷോർട്ട് തന്നെ അല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് രണ്ടാമതൊന്ന് റീവെരിഫൈ ചെയ്യാം. സോ DC-യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് എന്താണ് ഒരു ബൂട്ട് കേബിൾ വെച്ചിട്ട് DC-യിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 7 പ്ലസ് തന്നെയാണ്, 7 പ്ലസ് ആണ് മോഡൽ. സോ അത് ബോർഡ് DC-യിലേക്ക് കണക്ട് ചെയ്തു. സോ ഇവിടെ എന്താണ് ഇപ്പോൾ നോർമലായി കാണിക്കുന്നത്. ഞാൻ ഇവിടെ എന്താണ് ജസ്റ്റ് ബൂട്ട് കൊടുക്കുമ്പോൾ, അതായത് കണക്ഷൻ ഇപ്പോൾ ഓക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ബോർഡ് ഷോർട്ടാണ്, അതായത് ഹൈ ആംബിയർ ആണ്. നമ്മളെന്താണ് ജസ്റ്റ് ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് ഷോട്ട് കാണിക്കുന്നുണ്ട്. സോ നമുക്ക് രണ്ട് മെത്തേഡിൽ ഞാൻ ഫൈൻഡ് ചെയ്യുന്നുണ്ട്, അതായത് തെർമൽ ക്യാമറയിലും അതേപോലെ എന്താണ് നോർമൽ റോസിംഗ് ഫ്ലെക്സ് മെത്തേഡിലും. ഫസ്റ്റ് നമുക്ക് എന്താണ് തെർമൽ ക്യാമറ വെച്ചിട്ട് നോക്കാം. സോ മദർ ബോർഡ് മാത്രം പുറത്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എന്താണ് പല വീഡിയോസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ബോർഡ് അയക്കുന്നത്, ബോർഡ് പുറത്തെടുക്കുന്നത്, അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ടെക്നീഷ്യന്മാർക്ക് ഇത് അറിയുന്നതാണ്. സോ വീഡിയോ ലെങ്ത് അതിനേക്കാളും നമുക്ക് ചുരുക്കി ചെയ്യുന്നതാണ്. സോ തെർമൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു കണ്ടീഷനിലാണ് ഞാൻ ചെയ്യാറുള്ളത്. തെർമൽ ക്യാമറ വെക്കുക. ജസ്റ്റ് എന്താണ് തെർമൽ ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇല്ലയെന്നാണെങ്കിൽ നമുക്കിപ്പം എന്ത് വർക്കിനാണെങ്കിലും എന്താണ് നമുക്ക് ഷോർട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി തെർമൽ ക്യാമറ ആണ് ബെറ്റർ. അതാകുമ്പോൾ നമുക്ക് ആ ഹീറ്റിംഗ് കറക്റ്റ് എവിടെ നിന്നില്ല, നമുക്ക് ജസ്റ്റ് ഒരു മൈന്യൂട്ട് ലീക്കേജ് ആണെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ എന്താണ് ബൂട്ടിങ് കൊടുത്തപ്പോൾ ജസ്റ്റ് ഹീറ്റ് ആവേണ്ട, നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്പോസിറ്റ് സൈഡിലാണ് ഹീറ്റ് ആകുന്നത്. സോ നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് സൈഡിൽ സ്റ്റിക്കർ വരുന്നുണ്ട്. ഈ സ്റ്റിക്കറും കാര്യമൊക്കെ റിമൂവ് ചെയ്തിട്ട് നോക്കാം. ഏകദേശം എന്താണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഈ ഒരു പോർഷനിലായിട്ടാണ് ഹീറ്റിംഗ് കാണിക്കുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ CPU കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ സ്റ്റിക്കർ റിമൂവ് ചെയ്തു. സ്റ്റിക്കർ റിമൂവറിൽ ബൂട്ടിങ് കാണിച്ചു തരാം. ജസ്റ്റ് എന്താണ് നിങ്ങൾക്ക് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ കാണാൻ പറ്റും. ജസ്റ്റ് എന്താണ് ട്രിഗർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് ജസ്റ്റ് ഇവിടെ ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു IC വരുന്നുണ്ട്. ഈ ഒരു IC ആണ് ഹീറ്റ് ആവുന്നത്. ഈ IC അല്ല ഹീറ്റിംഗ് ഉള്ളത്. നോർമലി ഡയറക്റ്റായിട്ട് ഈ IC ഒരിക്കലും ഷോർട്ട് ആകാറില്ല. ഇതിൻ്റെ പാത്തിൽ എവിടെയെങ്കിലാണ് ഷോർട്ട് ഉണ്ടാവാറുള്ളത്. ഇത് കോമൺ ആയിട്ട് വരുന്ന ഷോർട്ടാണ്. സോ നമുക്ക് എന്താണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷീൽഡും കൂടി ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കണം. ഓപ്പോസിറ്റ് സൈഡിൽ CPU അതേപോലെ അതിൻ്റെ ബേസ് ബാൻഡ് കണക്ഷൻ, ബേസ് ബാൻഡ് പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഷീൽഡ് കട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ആ വീഡിയോസും കാര്യങ്ങളൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. സോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്താൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. സോ നമുക്ക് ജസ്റ്റ് രണ്ടാമത് DC-യിൽ കണക്ട് ചെയ്യാം. ഈ ഒരു പോർഷനിലായിട്ടാണ് ഹീറ്റിംഗ് കാണിച്ചത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ജസ്റ്റ് ഒരു കമ്പൗണ്ട് ഹീറ്റ് ആവുന്നുണ്ട്. ഒരു കോയിലുണ്ട്. ജസ്റ്റ് എന്താണ് ആ കമ്പൗണ്ട് നമുക്ക് ഏതാണല്ലോ നോക്കാം. നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ജസ്റ്റ് അവിടെ ഒരു കപ്പാസിറ്റർ വരുന്നുണ്ട്. ഈ കപ്പാസിറ്ററാണ് നമുക്ക് ഷോർട്ടായിട്ടുള്ളത്. സോ ഈ മദർ ബോർഡ് ഡെഡ് ആകാൻ കാരണം ഈ ഒരു കപ്പാസിറ്ററാണ്. സോ നമുക്ക് എന്തൊരു ഷോർട്ട് ഫൈൻഡായി. സോ നമുക്ക് എന്താണ് ഏതാണ് കപ്പാസിറ്റർ ഏതാണ് ഷോർട്ട് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലായി. സോ നമുക്ക് എന്താണ് ഇനി സെക്കൻഡ് മെത്തേഡ് നോക്കാം. അതായത് തെർമൽ ക്യാമറ ഇല്ലാത്ത സമയത്ത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിന് സെക്കൻഡ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ റോസിൻ ഫ്ലെക്സ് മെത്തേഡാണ്. സോ നമുക്കിപ്പോൾ ഏകദേശം അറിയാം എവിടെയാണ് ഹീറ്റിംഗ് ഉള്ളത് എന്നുള്ളത്, അതായത് എവിടെയാണ് ഷോർട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു അവസ്ഥയിൽ ബോർഡ് തെർമൽ ക്യാമറ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഫസ്റ്റ് ഷോർട്ടുള്ള മദർ ബോർഡ് കിട്ടുമ്പോൾ നമുക്ക് എവിടെയാണ് ഹീറ്റ് ഉള്ളത്, അതായത് ഷോർട്ട് എവിടെ നിന്നുള്ളതെന്ന് അറിയാൻ പറ്റില്ല. ഇതിൽ ഒരു പ്രത്യേകത ഉണ്ട്, മദർ ബോർഡ് ഹീറ്റ് ആകുന്നുണ്ട്. സോ നമുക്ക് എന്താണ് ജസ്റ്റ് DC കണക്ട് ചെയ്യുക, എന്താണ് മദർ ബോർഡ് ബൂട്ടാക്കാം. അത് ഷോർട്ടുള്ള കണ്ടീഷനിൽ തന്നെ മദർ ബോർഡ് വർക്ക് ചെയ്യിപ്പിക്കുക. അതായത് ബൂട്ടാക്കുന്ന സമയത്ത് മദർ ബോർഡ് ഹീറ്റ് ആവും. സോ ഇതേപോലെ വിരൽ വെച്ചിട്ട് നമുക്ക് ഏത് ഭാഗത്താണ് ഹീറ്റ് ആകുന്നത് എന്നുള്ളൊരു ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഒന്ന് വിരലിങ്ങനെ വെച്ച് നോക്കിയാൽ ഏകദേശം ഏത് ഭാഗത്തായിട്ടാണ് ഹീറ്റിംഗ് ഉള്ളത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ആ ഒരു ഭാഗം മനസ്സിലായാൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പോർഷനിൽ മദർ ബോർഡിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ എന്താണ് റോസിൻ ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റോസിൻ ഫ്ലെക്സ് അധികം യൂസ് ചെയ്യാറില്ല. മെയിനായിട്ട് എന്താണ് തെർമൽ ക്യാമറ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. സോ ഈ റോസിൻ ഫ്ലെക്സ് അധികം റേറ്റും വരുന്നില്ല. ജസ്റ്റ് 100-150 രൂപ എന്തോ കോസ്റ്റ് വരുന്നുള്ളൂ. നമുക്ക് ലോങ് ടൈം യൂസാണ്. സോ ഇത് ജസ്റ്റ് പുകച്ചു കൊടുക്കുക. അതുപോലെ എന്താണ് ഇത് പുകയ്ക്കുന്ന സമയത്ത് മാസ്ക് യൂസ് ചെയ്യണം. എല്ലാന്നാണെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഇത് പുക അത്രയും നല്ലതല്ല. നമ്മുടെ സിഗരറ്റ് വലിക്കുന്നതിൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് വരുന്നത്. അതായത് പുക നല്ലതല്ല എന്ന് പറഞ്ഞ പോലെ എന്താണ് പുക ശ്വസിക്കുന്നത് നല്ലതല്ല. സോ നമ്മൾ ജസ്റ്റ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, മാസ്ക് കാര്യങ്ങൾ യൂസ് ചെയ്യുക. രണ്ട് സൈഡിലും ഞാൻ പുകച്ച് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് എന്താണ് രണ്ട് സൈഡിൽ നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡിലെ IC-യും അതേപോലെ ഈ കപ്പാസിറ്റർ നമുക്ക് ഹീറ്റ് ആവുന്നത് കാണാൻ പറ്റും. സോ രണ്ട് ഭാഗത്തും എന്താണ് ജസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് എന്താണ് ഏകദേശം ഒരു നല്ല മെത്തേഡിൽ തന്നെ നല്ല രീതിയിൽ തന്നെ എന്താണ് ജസ്റ്റ് റോസിൻ ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം എന്താണ് ജസ്റ്റ് നമ്മൾ പവർ കണക്ട് ചെയ്യുക, അതായത് ജസ്റ്റ് DC കണക്ട് ചെയ്ത് കൊടുക്കുക. DC കണക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് എന്താണ് ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് കണക്ഷൻ കൊടുത്തിട്ടില്ല, ഈ ബൂട്ടാക്കി. ഈ ബൂട്ടായ സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ IC ഹീറ്റായി, അതേപോലെ എന്താണ് ഈ കപ്പാസിറ്റർ ഹീറ്റായി വരുന്നേ ഉള്ളൂ. സോ ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ടിങ് തന്നെ കപ്പാസിറ്റർ ഹീറ്റ് ആവില്ല, കുറച്ച് സമയം എടുക്കും. ഒരു 4-5 ചിലർ 10 സെക്കൻഡ് ടൈമൊക്കെ എടുക്കും കപ്പാസിറ്റർ ഹീറ്റായിട്ട് വരാൻ. കാരണം ഡയറക്റ്റായിട്ട് കണക്ഷൻ പോകുന്നത് ICയിലേക്കാണ്. IC എന്നാണ് പിന്നെ ഡയറക്റ്റ് എന്താണ് കപ്പാസിറ്ററിലേക്ക് കണക്ഷൻ വരുന്നത്. സോ കപ്പാസിറ്റർ ഷോർട്ട് ആണെങ്കിലും ഡയറക്റ്റായിട്ട് വോൾട്ടേജ് കയറുന്നത് ICയിലേക്ക് ആയതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഹീറ്റ് ആവുക IC ആണ്. സോ നമുക്ക് എന്താണ് ജസ്റ്റ് ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്തു. കപ്പാസിറ്റർ റിമൂവ് ചെയ്തതിന് ശേഷം ബോർഡ് എന്താണ് ബൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കപ്പാസിറ്ററൊക്കെ റിമൂവ് ചെയ്ത ശേഷം ബോർഡ് ബൂട്ടിങ് ഓക്കെയാണ്, നോർമലാണ്. ബൂട്ടിങ് ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഞാൻ മദർ ബോർഡ് തിരിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ബൂട്ട് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും എന്താണ് ജസ്റ്റ് DCയിൽ. സോ പവർ ബൂട്ട് ചെയ്യുന്നുണ്ട്, നോർമൽ ബൂട്ടിംഗ് ആണ്. അതായത് ഷോർട്ടും കാര്യങ്ങളെല്ലാം മാറി. ആ കപ്പാസിറ്റർ റിമൂവ് ചെയ്ത സമയത്ത് തന്നെ ഷോർട്ടും കാര്യങ്ങളൊക്കെ മാറി ബൂട്ടിങ് പക്ക നോർമലായിട്ട് എടുക്കുന്നുണ്ട്. സോ ഇതിൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ബാക്കി ജസ്റ്റ് എന്താണ് മദർ ബോർഡ്, അതേപോലെ ഓൺ ഓഫ് കണക്ഷനും അതേപോലെ ജസ്റ്റ് കാര്യങ്ങൾ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. സോ ബൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പക്ക പ്രോപ്പറാണ്. സോ നമുക്ക് എന്താണ് ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. ഡിസ്പ്ലേ അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബൂട്ടിങ് നോക്കാം. ഈ ബൂട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും ഫോൺ ഓൺ ആയിട്ടുണ്ടോ, അതായത് ഫുൾ ഓൺ ആകുന്നുണ്ടോ, ബൂട്ട് ലൂപ്പ് ഉണ്ടോ, അതേപോലെ ബൂട്ടിങ്ങിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക, ശേഷം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം. നമ്മൾ എല്ലാ സമയത്തും എന്താണ് നമ്മൾ ചാർജിങ് ആംബിയർ നോക്കുക, അതേപോലെ DCയിലുള്ള ബൂട്ടിങ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം ഇപ്പം നമുക്ക് എന്താണ് DCയുടെ ബൂട്ടിങ് വെച്ച് നമുക്ക് അധിക ഫൈൻസ്, DCയിൽ വരുന്ന ബൂട്ടിങ് വെച്ചിട്ട് അധിക കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യാൻ പറ്റും.